ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക. ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ, അബദ്ധധാരണകൾ ഒരുപാടുണ്ട്. വിവാഹത്തിന് മുമ്പ് ലൈംഗികതയിൽ ഏർപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിസ്റ്ററെ? വളരെ നല്ല ചോദ്യമാണ്. എന്താണ് മോന്റെ പേര്? മോൻസൺ. ഇരിക്കൂ. വിവാഹ ജീവിതത്തിന് വെളിയിൽ ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ്. ആ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ശ്രീവാച കെട്ടുമസാരാണല്ലോ അല്ലേ? വൈദികന്റെ മുമ്പാകെയല്ല ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പാകെയാണ് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴേ ഏറ്റുപറയും. അച്ചോ, ഞാൻ ഇന്നേ വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം സ്ലീവാച്ച എന്നോ പറയാനുള്ള ഒരു ഇടം ഞാൻ കൊടുത്തിട്ടില്ല. അതെനിക്കറിയാലോ സ്ലീവാച്ച. പക്ഷെ ഞാനിപ്പോൾ ഒരു ഭയങ്കര മനപ്രയാസത്തിലാണ് അച്ചോ. എന്താ നിന്റെ പ്രശ്നം? പറഞ്ഞേ. അച്ചോ, ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല. ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടുമില്ല. അതാണോ നിന്റെ പ്രശ്നം? അത് അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ടാ. നിസ്സാര കാര്യമല്ലെന്ന്, ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. എന്നാ നീ പറഞ്ഞു എന്നെ? അച്ചോ, ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലം പറിക്കുമെന്നേ. അത്രയ്ക്കേ ഉള്ളൂ. ഇതൊരു നിസ്സാര കാര്യം സ്ലീവാച്ച. കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പേടിയായത്. ആണിനുണ്ട് പെണ്ണിനുണ്ട്. ഇതൊരു തോന്നലാ. ഒന്നിച്ച് താമസിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി മാറും. സ്ലീവാച്ച, നിന്നെ പോലുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ്. എൻ്റെ റെൻസിക്ക് നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. നീ ഇപ്പം ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങ. സങ്കീർത്തനം 112 അധ്യായം 2 പ്രാവശ്യം വായിച്ച് നീ വിശുദ്ധ കുർബാന അനുഭവിക്കുക. ഞാൻ പ്രാർത്ഥിച്ചോളാം.